ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി കോളിഫ്ലവർ ഫ്രൈ ആണ് കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു ഫ്രൈ ആണ്, നല്ല ടേസ്റ്റാണ്, ഒരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഞാനിവിടെ 2 കോളിഫ്ലവറാണ് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഒരെണ്ണം വെച്ചിട്ടാണ് നിങ്ങൾക്ക് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. ഇനി ഞാനിവിടെ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇത് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനി ഇതിലേക്ക് ഇതൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കോളിഫ്ലവർ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടതിന് ശേഷം 2-3 മിനിറ്റ് മാത്രം ഒന്നുകൊണ്ട് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ആ ഒരു കോളിഫ്ലവറൊക്കെ ഒന്ന് വെന്ത് കിട്ടും. അപ്പോൾ 2 കോളിഫ്ലവറാണ് എൻ്റെ അടുത്തുണ്ടായിരുന്നത്. അപ്പോൾ അത് രണ്ടും ഞാനൊന്ന് കട്ട് ചെയ്തിട്ടൊന്നുകൊണ്ട് വെള്ളത്തിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക ചെയ്യുന്നത്. എന്നിട്ട് ഇതിലത്തെ പകുതി ഞാൻ ഫ്രീസറിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ കോളിഫ്ലവറൊക്കെ കൂടുതലായിട്ട് ഉണ്ടെങ്കിലൊക്കെ അത് പെട്ടെന്ന് നാശമായി പോകും ഫ്രിഡ്ജിലൊക്കെ വെക്കുകയാണെങ്കിൽ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് തിളപ്പിച്ച് എടുത്തതിന് ശേഷം ഒന്ന് ഫ്രീസറിൽ വെച്ചാൽ മതി കേട്ടോ. ഒരു ബോക്സിലാക്കിയിട്ട് ഫ്രീസറിൽ വെച്ചാൽ മതി. അപ്പോൾ കുറേ നാൾ കേടുകൂടാതെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് ആവശ്യ സമയത്തൊക്കെ എടുത്തിട്ട് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ അതൊരു 3 മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം ഞാനൊരു അരിപ്പക്കൊട്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വാർന്ന് പോകാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്കുള്ള ഒരു മസാല റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇതൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കാശ്മീരി ചില്ലി പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊരു 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 സ്പൂണ് ഗരം മസാലപ്പൊടി, 1/4 സ്പൂണ് പിന്നെ കുരുമുളകിൻ്റെ പൊടി, പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ കോൺഫ്ലവറിൻ്റെ പൊടി ഒരു 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അരിപ്പൊടി ഞാൻ 1 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു കോളിഫ്ലവർ വെച്ച് ചെയ്യുന്ന അളവാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഒന്ന് കൂടുതലാക്കി എടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് 1 സ്പൂണ് സോയാ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 2 സ്പൂണ് ടൊമാറ്റോ സോസും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 സ്പൂണ് വിനീഗറും കൂടി ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇതൊന്ന് നന്നായിട്ട് സ്പൂൺ വെച്ചൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ നമുക്ക് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു കോളിഫ്ലവർ ഫ്രൈ ആട്ടോ. നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് കുറേശ്ശെ ആയിട്ട് തന്നെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ കുറേശ്ശെ ആയിട്ട് ഒഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്തിട്ട് നോക്കിയതിന് ശേഷം പിന്നെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത്യാവശ്യം കട്ടിയിൽ തന്നെ വേണം നമ്മുടെ ഒരു മിക്സ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഈ ഒരു കട്ടിയിലാണ് നമ്മുടെ ഒരു മിക്സ് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കട്ടിയാണ് വേണ്ടത് കേട്ടോ. ഈ ഒരു തിക്നെസ്സിലാണ് നമ്മൾ ഈ മാവ് റെഡിയാക്കി വെച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഒരു കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കണം. ഈ കോളിഫ്ലവറിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഈ ഒരു മസാല എത്തുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഉപ്പൊക്കെ കറക്റ്റ് അല്ലേ എന്ന് ഈ സമയത്ത് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ വീണ്ടും ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ കാശ്മീരി ചില്ലി പൊടി ചേർത്ത് കൊടുത്തുകൊണ്ട് നല്ലൊരു കളറൊക്കെ ഉണ്ടാവും. നമ്മളിത് ഫ്രൈ ചെയ്ത് വരുന്ന സമയത്ത് വേറെ എക്സ്ട്രാ കളറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ബ്രെഡ് ഉണ്ടെങ്കിൽ അതൊന്ന് മിക്സഡായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താലും മതി കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ഓരോന്നായിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു ബ്രെഡ് ക്രംസ് ഇതിൻ്റെ മേലൊന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ബ്രെഡ് ക്രംസ് ഇല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ബ്രെഡ് ഉണ്ടെങ്കിൽ അതോ അല്ലെങ്കിൽ റസ്ക് ഉണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സഡായിട്ടൊന്ന് പൊടിച്ചെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ കയ്യിൽ അതിന് ഒട്ടി പിടിക്കൊന്നുമില്ല. ഇതുപോലെ ജസ്റ്റ് ഒന്നങ്ങനെ ഇതിൻ്റെ മേലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടൊന്നുണ്ട് കോട്ട് ചെയ്തിട്ട് എടുത്താൽ മതി. അപ്പോൾ ഞാൻ എല്ലാം ഇതുപോലെ ഒന്ന് ബ്രെഡ് ക്രംസിലിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാനും വളരെ സിമ്പിളാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു. അപ്പോൾ ഇത് നല്ലൊരു ക്രിസ്പിയാണ് കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടൊരു കോളിഫ്ലവറിൻ്റെ ഫ്രൈ ആണ്. ഇനി നമ്മൾ ചൂടായ എണ്ണയിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്ലെയിം നല്ല കൂട്ടി കൊടുക്കും വേണ്ട, നല്ല ഫ്ലെയിം വല്ലാതെ കുറച്ച് കൊടുക്കും വേണ്ടിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗം നന്നായിട്ട് തന്നെ വെന്ത് വരണം. പിന്നെ പുറം ഭാഗം പെട്ടെന്നുണ്ട് കരിഞ്ഞു പോവുകയും ചെയ്യരുത്. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കുക.
പിന്നെ എണ്ണയിലേക്ക് ഇട്ട സമയത്ത് തന്നെ നമ്മൾ കയ്യിൽ വെച്ച് ഇളക്കി കൊടുക്കരുത്. 2-3 മിനിറ്റ് കഴിഞ്ഞ ശേഷം ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ കോളിഫ്ലവറൊക്കെ ഇവിടെ നല്ല രീതിയിൽ തന്നെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കറിവേപ്പില ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആട്ടോ നമ്മുടെ ഈ ഒരു കോളിഫ്ലവർ ഫ്രൈക്ക്. ഇനി നമുക്ക് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. അപ്പോൾ ഇത്ര മതിയിട്ട് ഈ ഒരു കളറാവുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റും ക്രിസ്പി ആയിട്ടുള്ളൊരു കോളിഫ്ലവർ ഫ്രൈ ആണ്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ മുതിർന്നവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ട്, പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യാനും കൂടി മറക്കരുത്. ഇനി പുതിയൊരു നല്ലൊരു വീഡിയോയുമായി വരുന്നവരെല്ലാവരോടും ബൈ.